to my channel. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസിന്റെ പാർട്ട് 1 ചെയ്തു. അതായത് പോളിടെക്നിക്കിന്റെ മൊഡ്യൂൾ 3 ഇലക്ട്രോണിക് സർക്യൂട്ട്സിന്റെ ഫസ്റ്റ് ടോപ്പിക്. അതിന്റെ പാർട്ട് 1 ആണ് ചെയ്തത്. ഇന്ന് നമ്മൾ അതിന്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യുകയാണ്. പാർട്ട് 2 ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്താണെന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ബേസിക്കലി സെമി കണ്ടക്ടേഴ്സ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻട്രിൻസിക്കും എക്സ്ട്രിൻസിക്കും. ഈ ഡിവിഷൻ വരുന്നത് ബേസ്ഡ് ഓൺ ദ കണ്ടക്ടിവിറ്റി ആണ്. അതിലെങ്ങനെയാണ് കണ്ടക്ടിവിറ്റി നടക്കുന്നത് അതിനനുസരിച്ചാണ് ഈ ഡിവിഷൻ വരുന്നത്. ഈ എക്സ്ട്രിൻസിക്കിനെയാണ് അഗെയിൻ പി ടൈപ്പ് ആൻഡ് എൻ ടൈപ്പ് എന്ന് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് നമുക്ക് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്താണെന്ന് നോക്കാം. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെമി കണ്ടക്ടർ വിത്തൗട്ട് എനി ആഡഡ് ഇമ്പ്യൂരിറ്റീസ് ആണ്. അവിടെ എക്സ്ട്രാ ഇമ്പ്യൂരിറ്റി അയോൺസ് ഒന്നും ആഡ് ചെയ്യാതെയാണ് കണ്ടക്ടിവിറ്റി നടക്കുന്നത്. ഇതാണ് ഒരു സിലിക്കൺ ആറ്റം. ഇവിടെ എല്ലാ ഇലക്ട്രോൺസും ബോണ്ടഡ് ആണ്. കോവാലന്റ് ബോണ്ട് വൈസ് ബോണ്ടഡ് ആയിരിക്കും. സോ ഹിയർ ഒരു ഇലക്ട്രോൺ പോലും പുറത്തുണ്ടായിരിക്കില്ല. ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസ് ഒന്നും ഉണ്ടായിരിക്കില്ല. സോ അറ്റ് ടെമ്പറേച്ചർ ഈക്വൽ ടു 0 കെൽവിൻ ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ പെർഫെക്റ്റ് ഇൻസുലേറ്റർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. പെർഫെക്റ്റ് ഇൻസുലേറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടക്ടിവിറ്റി 0 ആയിരിക്കും. ഒരു കണ്ടക്ഷനും ഉണ്ടായിരിക്കില്ല. ഇനി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുക. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇതിലെ ഇലക്ട്രോൺസിന് ആ ബോണ്ട് ബ്രേക്ക് ചെയ്യാനുള്ള എനർജി അക്വയർ ചെയ്യും. അങ്ങനെ ഈ ഇലക്ട്രോൺസ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് ചാടും. സോ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും ഇവിടെ. ഇവിടെ എന്തായിരിക്കും? അപ്പോൾ ഇവിടെ ഒരു ഹോൾ ഫോം ചെയ്യും. ഇവിടെ ഇലക്ട്രോൺസും ഇതൊരു ഹോളും ഫോം ചെയ്യും. സോ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇവിടുത്തെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. ബാൻഡ് ഡയഗ്രം ഒന്ന് വരയ്ക്കുക. ഇത് വാലൻസ് ബാൻഡ് ആണ്, ഇത് കണ്ടക്ഷൻ ബാൻഡ് ആണ്. സോ ഇലക്ട്രോൺസ് എല്ലാം ടെമ്പറേച്ചർ 0 ആയിരിക്കുമ്പോൾ ഇലക്ട്രോൺസ് എല്ലാം നമ്മുടെ വാലൻസ് ബാൻഡിലായിരിക്കും ഉണ്ടായിരിക്കുക. കണ്ടക്ഷൻ ബാൻഡിൽ ഒരു ഇലക്ട്രോണും ഉണ്ടായിരിക്കില്ല. ഇനി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇതിലെ ഇലക്ട്രോൺസിന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ചാടാനുള്ള ഡെൽറ്റ ഇ എനർജി അക്വയർ ചെയ്യും. അപ്പം ഈ ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിൽ എത്തുന്നു. സോ ഇവിടെ ഇലക്ട്രോൺസ് എത്തും, ഇവിടെ ഹോൾസ് എത്തും. സോ ഇലക്ട്രോൺസ് ഇൻ എ കണ്ടക്ഷൻ ബാൻഡ് provides the conductivity. Same way hole in the valence band provides conductivity. ഇങ്ങനെയാണ് ഇവിടെ കണ്ടക്ഷൻ നടക്കുന്നത്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും തോറും കൂടുതൽ ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിൽ എത്തുന്നു. സോ കണ്ടക്ഷൻ ഇൻക്രീസ് ചെയ്യും. ഇങ്ങനെ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഈ രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ബാൻഡ് ടു ബാൻഡ് ജനറേഷൻ എന്ന് പറയുന്നത്. സോ ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ കണ്ടക്ഷൻ നടക്കുന്നത് ബാൻഡ് ടു ബാൻഡ് ജനറേഷൻ വഴിയാണ്. ഇനി ഇവിടെ എത്ര ഇലക്ട്രോൺസ് ആണോ കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകുന്നത് അത്രയും തന്നെ ഹോൾസ് വാലൻസ് ബാൻഡിൽ ഉണ്ടായിരിക്കും അല്ലേ? സോ carrier concentration of electron will be always equal to carrier concentration of holes. ഇതിനെ രണ്ടിനെയും ഇക്വേറ്റ് ചെയ്ത് NI എന്ന് പറയും. NI ആണ് ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ. സോ നമുക്ക് ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ അറിഞ്ഞാൽ മതി അതിലുള്ള എന്നിൻ്റെയും പിൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കാൻ. സോ നെക്സ്റ്റ് ഇതിലെ ഫെർമി ലെവൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കാം. ഫെർമി ലെവൽ കാണാനുള്ള ഇക്വേഷനാണിത്. EC പ്ലസ് EV/2 മൈനസ് KT ഡിവൈഡഡ് ബൈ 2 ln ഓഫ് NC ഡിവൈഡഡ് ബൈ NV. ഇതിൻ്റെ ഡെറിവേഷൻ ഒന്നും ഞാൻ പറയുന്നില്ല. ഇത് പോളിക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആയതുകൊണ്ട് അത്രയ്ക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. ആ ഡീറ്റെയിലിംഗ് ഈ സബ്ജക്റ്റ് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്ന വീഡിയോസിൽ ഉണ്ടായിരിക്കുന്നതാണ്. സോ ഹിയർ ഇത്രയും ഓർക്കുക. EC പ്ലസ് EV/2. EC പ്ലസ് EV/2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മിഡിലായിട്ട് വരും അല്ലേ? അപ്പം ഇതിൽ നിന്ന് ഒന്നുകിൽ കണ്ടക്ഷൻ ബാൻഡിൻ്റെ അങ്ങോട്ട് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ വാലൻസ് ബാൻഡിൻ്റെ സൈഡിലേക്ക് മൂവ് ചെയ്യാം.
അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു ഫാക്ടറാണ്, KT/2 ln of NC/NV. അതായത് ഒന്ന് ടെമ്പറേച്ചർ, പിന്നെ ഉള്ളത് NCയും NVയും. NC എന്ന് വെച്ചാൽ സ്പെസിഫിക് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഇൻ കണ്ടക്ഷൻ ബാൻഡും NV സ്പെസിഫിക് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഇൻ വാലൻസ് ബാൻഡും. ഇനി ഈ NCയും NVയും അഗെയിൻ Mn star by MP star all to the power 3/2 ആണ്. ദാറ്റ് ഈസ് ഇവിടെ ln of Mn star by MP star all to the power 3/2 വരും. സോ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെയാണ് EF വേരി ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഇതാണ് നമ്മുടെ ഫെർമി ലെവലിന്റെ ഇക്വേഷൻ. ഇതില് നമുക്ക് ഈ NC/NVനെ Mn star by MP star വെച്ച് റീപ്ലേസ് ചെയ്യാം. Mn star divided by MP star all to the power 3/2. Mn equal to MP. ഈ കേസ് എടുക്കുമ്പോൾ EFന്റെ വാല്യൂ എന്താണ് വരുന്നത്? ഇവിടെ Mnഉം MPയും ഈക്വൽ ആണ്. ഇപ്പൊ Mn ഡിവൈഡഡ് ബൈ MP 1 വരും. ln of 1 എന്താണ്? 0 ആണ്. സോ ഫെർമി ലെവൽ നമുക്ക് എന്ത് കിട്ടും? EC പ്ലസ് EV ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. അപ്പൊ ഇലക്ട്രോൺസിന്റെ ഹോൾസിന്റെ മാസ് ഈക്വൽ ആണെങ്കിൽ നമ്മുടെ ഫെർമി ലെവല് എക്സാക്ട് ഇതിന്റെ സെന്ററിലായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഇത് ECയും ഇത് EVയും ഇത് ECയും ആണ്. സോ EC പ്ലസ് EV ഡിവൈഡഡ് ബൈ 2 എന്താ? ഇതിന്റെ എക്സാക്ട് സെന്റർ വരും. ഇനി Mn സ്റ്റാർ ഗ്രേറ്റർ ദാൻ MP സ്റ്റാർ എടുക്കുക. സ്റ്റാർ ആണ്. Mn സ്റ്റാർ ഗ്രേറ്റർ ദാൻ MP സ്റ്റാർ എടുക്കുക. അപ്പൊ ഇവിടെ Mn ഈസ് ഗ്രേറ്റർ ദാൻ MP വരും. അപ്പൊ ഈ ഹോൾ ടേം ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും അല്ലെ? ഈ ഹോൾ ടേം ഇൻക്രീസ് ചെയ്യും. ഈ ഹോൾ ടൈം ഇൻക്രീസ് ചെയ്യാന്ന് വെച്ചാൽ ഇതിൽ നിന്ന് മൈനസ് ചെയ്യേണ്ട ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്തു. സോ EF ഇവിടെ എന്ത് വരും? EFന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യും. ദാറ്റ് മീൻസ് ഫെർമി ലെവൽ ഷിഫ്റ്റ് ഡൗൺവേർഡ്സ്. എങ്ങോട്ടേക്ക്? വാലൻസ് ബാൻഡിന്റെ അടുത്തേക്ക് ഫെർമി ലെവല് ഷിഫ്റ്റ് ചെയ്യും. ഇതാണ് Mn സ്റ്റാർ ഗ്രേറ്റർ ദാൻ MP സ്റ്റാറിന്റെ കേസ്. ഇനി അടുത്തത് EF ഡിക്രീസസ്. Mn സ്റ്റാർ ലെസ് ദാൻ MP സ്റ്റാർ ആണെങ്കിൽ, അതായത് മാസ് ഓഫ് ദ ഇലക്ട്രോൺ ഈസ് ലെസ് ദാൻ മാസ് ഓഫ് ദ ഹോൾ. അപ്പോൾ ഇവിടെ ഈ ഒരു ടേം നെഗറ്റീവ് ആയിട്ട് വരും. കാരണം നാച്ചുറൽ ലോഗിൻ്റെ അകത്ത് വരുന്ന ടേം 0 പോയിന്റ് ആണ്. സോ ഹോൾ നമ്മൾ EC പ്ലസ് EV/2ന്റെ കൂടെ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. സോ EF ഇൻക്രീസസ്. ദാറ്റ് മീൻസ് ഷിഫ്റ്റ് ചെയ്യുന്ന എങ്ങോട്ടാണ്? അപ്വേർഡ്സ്. ഫെർമി ലെവൽ ഷിഫ്റ്റ് അപ്വേർഡ്സ് ടുവേർഡ്സ് കണ്ടക്ഷൻ ബാൻഡ്. ഇവിടെ ആയിരിക്കും ഫെർമി ലെവൽ ഉണ്ടായിരിക്കുക. ഇതേതാണ് കേസ്? Mn സ്റ്റാർ ലെസ് ദാൻ MP സ്റ്റാർ. ഇത് നമ്മൾക്ക് ഒന്ന് അനലൈസ് ചെയ്യാം. Mn സ്റ്റാർ ഗ്രേറ്റർ ദാൻ MP സ്റ്റാർ എന്ന് വെച്ചാൽ എന്താണ്? മാസ് ഓഫ് ദ ഇലക്ട്രോൺ ഈസ് ഗ്രേറ്റർ ദാൻ മാസ് ഓഫ് ദ ഹോൾ ആണ്. അതായത് ഇലക്ട്രോൺസിന്റെ സൈസ് അവിടെ, ഇലക്ട്രോൺസിന്റെ മാസ് അവിടെ കൂടി. അപ്പൊ ഇലക്ട്രോൺസിന്റെ മൊബിലിറ്റി എന്ത് സംഭവിക്കുന്നു? കുറയും. ഇലക്ട്രോൺസിന്റെ മൊബിലിറ്റി ഡിക്രീസ് ചെയ്യും. ഇലക്ട്രോൺസിന്റെ മൊബിലിറ്റി ഡിക്രീസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഹോൾസ് കാരണം ഉണ്ടാകുന്ന കറണ്ട് ആയിരിക്കും അവിടെ കൂടുതൽ കമ്പയർഡ് ടു ഇലക്ട്രോൺ. സോ കറന്റ് ഡ്യൂ ടു ഇലക്ട്രോൺ വിൽ ബി ലെസ് ദാൻ കറന്റ് ഡ്യൂ ടു ഹോൾ. ദാറ്റ് മീൻസ് ഇതൊരു P ടൈപ്പ് നേച്ചർ ആയിരിക്കും കാണിക്കുന്നത്. P ടൈപ്പ് സെമി കണ്ടക്ടർ ആണെന്നല്ല പറയുന്നത്, P ടൈപ്പ് നേച്ചർ ആയിരിക്കും കാണിക്കുന്നത്. ദാറ്റ് മീൻസ് സി ഹിയർ ഫെർമി ലെവല് എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്തത്? വാലൻസ് ബാൻഡിന്റെ അടുത്തേക്കാണ് ഷിഫ്റ്റ് ചെയ്തത്. അപ്പൊ ഇവിടെ കണ്ടക്ഷന് കാരണമാവുന്ന കാരിയേഴ്സ് എന്തൊക്കെയാണ്? വാലൻസ് ബാൻഡിലെ ഹോൾസും കണ്ടക്ഷൻ ബാൻഡിലെ ഇലക്ട്രോൺസും ആണ് കണ്ടക്ഷന് റീസൺ ആവുന്നത്. സോ
വാലൻസ് ബാൻഡിന്റെ അടുത്തേക്ക് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പി ടൈപ്പ് നേച്ചർ ആണ് കാണിക്കുന്നത്. കണ്ടക്ഷൻ ബാൻഡിന്റെ അടുത്തേക്ക് വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു എൻ ടൈപ്പ് നേച്ചർ ആണ് കാണിക്കുന്നത്. ഇനി ഇവിടെ എം എൻ സ്റ്റാർ ലെസ് ദാൻ എം പി സ്റ്റാർ, ഈ കേസിൽ എന്താ വരുന്നത്? മാസ് ഓഫ് ദ ഹോൾ ഈസ് ഗ്രേറ്റർ ദാൻ മാസ് ഓഫ് ദ ഇലക്ട്രോൺ അല്ലേ? അപ്പം ഹോളിനായിരിക്കും ഇവിടെ മൂവ്മെന്റിന് ബുദ്ധിമുട്ടുണ്ടായിരിക്കുക. സോ മൊബിലിറ്റി ഓഫ് ഹോൾ ഡിക്രീസസ്. ഇപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുന്നു? കറന്റ് ഡ്യൂ ടു ഇലക്ട്രോൺ വിൽ ബി ഗ്രേറ്റർ ദാൻ കറന്റ് ഡ്യൂ ടു ഹോൾ. ദാറ്റ് മീൻസ് ഇതൊരു എൻ ടൈപ്പ് നേച്ചർ ആയിരിക്കും കാണിക്കുന്നത്. അതാണ് കണ്ടക്ഷൻ ബാൻഡിന്റെ സൈഡിലേക്ക് ഫെർമി ലെവൽ മൂവ് ചെയ്യുന്നത്. നെക്സ്റ്റ് മാസ് ആക്ഷൻ ലോ പറഞ്ഞു. N ഈക്വൽ ടു പി ഈക്വൽ ടു NI ആണ് അല്ലെ? ഇനി അറ്റ് എനി പോയിന്റ് N ഇൻറ്റു പി ഈക്വൽ ടു NI സ്ക്വയർ. ഇതിനെയാണ് മാസ് ആക്ഷൻ ലോ എന്ന് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ദിസ് ഷുഡ് ബി ട്രൂ ഇൻഡിപെൻഡന്റ് ഓഫ് ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടർ. സെമി കണ്ടക്ടർ ഇപ്പം N ടൈപ്പോ പി ടൈപ്പോ എന്ത് തന്നെ ആയിക്കോട്ടെ, NP ഈക്വൽ ടു NI സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ ഓൾവേസ് ഹോൾസ്. ഇനി നെക്സ്റ്റ് ഇതിൽ ഓർക്കേണ്ടത് ഡ്രിഫ്റ്റ് കറന്റ് ഡെൻസിറ്റിന്റെ റിലേഷൻ ആണ്. ഡ്രിഫ്റ്റ് കറന്റ് ഡെൻസിറ്റി J ഈക്വൽ ടു സിഗ്മ E ആണ്. ഇതാണ് നമ്മുടെ കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റി ഒരു മെറ്റലിന്റെ കേസ് ആണെങ്കിൽ മെറ്റലില് അവിടെ കണ്ടക്ഷൻ നടക്കുന്നത് ഇലക്ട്രോൺസ് മാത്രം കാരണമാണ്. സോ അവിടെ NQ μ1 ആണ്. എത്ര കാരിയേഴ്സ് ഉണ്ടോ, പിന്നെ ചാർജ് ഓഫ് ദ ഇലക്ട്രോൺ, പിന്നെ മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ്. ഇനി ഒരു സെമി കണ്ടക്ടറിന്റെ കേസ് ആണെങ്കിൽ സെമി കണ്ടക്ടറിൽ കണ്ടക്ടിവിറ്റി നടക്കുന്നത് ഇലക്ട്രോൺസും ഹോൾസും കാരണമാണ്. സോ NQ μn പ്ലസ് PQ μp ആയിരിക്കും. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആണെങ്കിലോ, ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ ഇവിടെ എന്നിന്റെയും പിന്റെയും വാല്യൂസ് ഈക്വൽ ആണ്. N ഈക്വൽ ടു പി ഈക്വൽ ടു NI ആണ്. സോ എന്നിനും പിക്കും NI എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ NIQ μn പ്ലസ് NIQ μp എന്ന് എഴുതാം. ഇതിനെ NIQ μn പ്ലസ് μp എന്ന് എഴുതാൻ പറ്റും. ഇനി നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഈ VDയും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള റിലേഷൻ. ഇലക്ട്രിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യും തോറും ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും അല്ലെ? പക്ഷേ അതൊരു പെർട്ടിക്കുലർ പോയിന്റ് എത്തിയിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് സാച്ചുറേറ്റഡ് ആവും. ഇലക്ട്രിക് ഫീൽഡ് സാച്ചുറേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യില്ല. സോ ഡ്രിഫ്റ്റ് വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പം ഈ ഒരു റീജിയനിലാണ് നമുക്ക് J ഈക്വൽ ടു സിഗ്മ E എന്ന് പറയുന്ന റിലേഷൻ യൂസ് ചെയ്യാൻ പറ്റുക. ഈ റീജിയൻ വരുമ്പോ J ഈക്വൽ ടു NQVD, ഈ ഇക്വേഷൻ വേണം യൂസ് ചെയ്യാൻ. J ഈക്വൽ ടു NQVD എങ്ങനെ കിട്ടുന്നത്? J ഈക്വൽ ടു സിഗ്മ E ആണ്. ഈ സിഗ്മയ്ക്ക് നമ്മൾ NIQ, ഈ μn പ്ലസ് μpനെ ജസ്റ്റ് മ്യൂന്ന് എടുക്കുക. സോ മ്യൂ ഇന്ന് കിട്ടും. ഈ മ്യൂ ഇൻറ്റു E ആണ് നമ്മുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി. ദാറ്റ് ഈസ് NIQVD.